1420 സ്പെയിനിലെ ഗാദലുപ്പയിൽ നടന്ന ദിവ്യകാരുണ്യ അത്ഭുതം. 1420 സ്പെയിനിലെ ഗാദലുപ്പയിലെ ദേവാലയത്തിൽ ഫാദർ ഡോൺ പെട്രോ ദിവ്യബലി അർപ്പിക്കുകയായിരുന്നു. കൂദാശകർമ്മത്തിൻ്റെ സമയത്ത് മുകളിൽ നിന്നൊരു മേഘം ഇറങ്ങി അൾത്താരയിൽ ആകെ വ്യാപിച്ചു. തൽഫലമായി അദ്ദേഹത്തിനൊന്നും കാണാൻ സാധിക്കാതെയായി. ദിവ്യകാരുണ്യ ഭക്തനായ ആ വൈദികൻ വിശുദ്ധ കുർബാനയിലുള്ള തൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് ദൈവസന്നിധിയിൽ അപേക്ഷിച്ചു. സാവധാനം മേഘം അപ്രത്യക്ഷമായി. പെട്ടെന്ന് തന്നെ അത്ഭുതകരമായ മറ്റൊരു സംഭവത്തിന് അദ്ദേഹം സാക്ഷ്യം വഹിച്ചു. തിരുവോസ്തി താനെ ഉയർന്ന് കാസയുടെ മുകളിൽ വന്നു നിന്നു. അതിൽ നിന്ന് രക്തത്തുള്ളികൾ കാസയിലേക്ക് ഇറ്റു വീഴാൻ തുടങ്ങി. കാസ നിറഞ്ഞു കവിഞ്ഞ് തിരുരക്തം കെത്താനയിലും പീലാസയിലും വീണു. അവ രക്തത്താൽ നനഞ്ഞ് കുതിർന്നു. കാലങ്ങൾക്ക് ശേഷം ഫാദർ ഡോൺ ഈ ദിവ്യകാരുണ്യ അത്ഭുതത്തെക്കുറിച്ച് മെത്രാനോടും സഹവൈദികരോടും വെളിപ്പെടുത്തി. സഭയുടെ പഠനങ്ങൾക്കും ഗവേഷണങ്ങൾക്കും ശേഷം തിരുശേഷിപ്പുകൾ പരസ്യമണക്കത്തിനായി സ്ഥാപിച്ചു. കസ്റ്റസിലെ രാജാവ് ഡോൺ ഹുവാൻ രണ്ടാമനും രാജ്ഞിയും ഈ അത്ഭുതത്തിൻ്റെ വലിയ ആരാധകരായിരുന്നു. ഇവരുടെ നിർദ്ദേശപ്രകാരം ഫാദർ ഡോണിൻ്റെ കബറിടത്തിൻ്റെ സമീപത്താണ് ഇവരെയും അടക്കം ചെയ്തിരിക്കുന്നത്. ഈ അത്ഭുതം പരിശോധിച്ച് സാക്ഷ്യപ്പെടുത്തിയ നിരവധി രേഖകൾ ഇന്നും ലഭ്യമാണ്. 1926 നടന്ന ദിവ്യകാരുണ്യ കോൺഗ്രസിൽ ഈ തിരുശേഷിപ്പുകൾ പ്രദർശിപ്പിച്ചിരുന്നു. ഈശോയുടെ രക്തം പതിച്ച കെത്താനയും പീലാസയും ഇവിടം സന്ദർശിക്കുന്നവർക്ക് ഇന്നും കാണാൻ സാധിക്കും. തിരുവോസ്തിയിൽ നിന്നും തിരുരക്തം കാസയിലേക്ക് പതിച്ചതിലൂടെ ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവും തന്നെയാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത് എന്ന് ലോകത്തെ അറിയിച്ച പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, ഞങ്ങൾക്കും അപ്പത്തിൽ മറഞ്ഞിരിക്കുന്ന ഈശോയെ ദർശിക്കാൻ കൃപ നൽകണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.